വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട സപ്ലിമെന്ററി കരാർ ഇന്ന് ഒപ്പിടും. വിഴിഞ്ഞം പോർട്ടും സർക്കാരും തമ്മിലാണ് കരാർ ഒപ്പുവെക്കുന്നത്. കരാർ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ തുറമുഖം കമ്മീഷൻ ചെയ്യാനാകൂ. വരുമാന വിഹിതം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഇന്ന് ധാരണയുണ്ടാകും. വിവരങ്ങളുമായി ടിൻഡു ദാസ് ഒപ്പം ശരി. അതിനു മുമ്പ് ആ റിപ്പോർട്ടിലേക്ക്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരും അദാനി വിഴിഞ്ഞം പോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡും ഇന്ന് സപ്ലിമെന്ററി കൺസെഷൻ കരാറിൽ ഏർപ്പെടും. കരട് സപ്ലിമെന്ററി കൺസെഷൻ കരാർ അംഗീകരിച്ചു. ആർബിട്രേഷൻ നടപടികൾ പിൻവലിച്ചതിനെ തുടർന്നാണ് സപ്ലിമെന്ററി കരാർ ആവശ്യമായി വന്നത്. നിയമവകുപ്പിന്റെയും അഡ്വക്കേറ്റ് ജനറലിന്റെയും ഉപദേശം തേടിയ ശേഷമാണ് സപ്ലിമെന്ററി കരാറിന് കഴിഞ്ഞ മന്ത്രിസഭ അനുമതി നൽകിയത്. കരാർ പ്രകാരം 2045 പൂർത്തീകരിക്കേണ്ട വിഴിഞ്ഞം തുറമുഖത്തിന്റെ രണ്ടാമത്തെയും അവസാനത്തെയും ഘട്ട പ്രവർത്തികൾ 2028ഓടെ പൂർത്തീകരിക്കും. നേരത്തെയുള്ള കരാറിൽ നിന്നും വ്യത്യസ്തമായി തുറമുഖത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളും ഇതോടെ പൂർത്തിയാകും. ഇതുവഴി 4 വർഷത്തിനകം 10,000 കോടി രൂപയുടെ പുതിയ നിക്ഷേപത്തിന് അദാനി പോർട്ട് വഴിയൊരുക്കും. പദ്ധതി പൂർത്തിയാകുന്നതോടെ തുറമുഖത്തിന്റെ കുറഞ്ഞ ശേഷി 30 ലക്ഷം TEU ആകും. ജനം, തിരുവനന്തപുരം. ടിൻഡുദാസ് ഒപ്പമുണ്ട്. ടിൻഡു, വലിയൊരു നാഴികക്കല്ലായിരുന്നു വിഴിഞ്ഞം. ഇപ്പോൾ അടുത്ത കരാർ, അതായത് കമ്മീഷൻ ചെയ്യുന്നതിന് മുന്നോടിയായുള്ള കരാർ വരുന്നു. വിവരങ്ങൾ. കൃഷ്ണരാജ്, ഇന്ന് രാവിലെ 11 മണിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിലാണ് അദാനി പോർട്സും സംസ്ഥാന സർക്കാരുമായി സപ്ലിമെന്ററി കരാറിൽ ഏർപ്പെടുന്നത്. 2019 കരാർ പ്രകാരം നിലവിൽ കമ്മീഷൻ ചെയ്യാൻ സാധിക്കുകയില്ല. അതുകൊണ്ടാണ് രണ്ടാം ഘട്ടത്തിൽ ഒരു സപ്ലിമെന്ററി കൺസെഷൻ കരാറിലേക്ക് സർക്കാരും അദാനി പോർട്ടും മാറുന്നത്. അങ്ങനെയെങ്കിൽ ആർബിട്രേഷൻ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ഇതിലൂടെ പൂർത്തിയാക്കാൻ സാധിക്കും. അതോടൊപ്പം തന്നെ 2045 കൂടിയാണ് നിലവിലെ കരാർ പ്രകാരം തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് അറിയിച്ചിരുന്നത്. പക്ഷേ നമുക്കറിയാം, പല ഘട്ടങ്ങളിലൊക്കെ ഉള്ള ചില മുടക്കങ്ങളൊക്കെ വന്നു. എന്നിരുന്നാലും പുതിയ കരാർ പ്രകാരം 2028 കൂടി തുറമുഖത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം പൂർത്തിയാക്കാൻ സാധിക്കും. അതായത് ഇനി ഏതാണ്ട് ഒരു 3 വർഷത്തിനുള്ളിൽ തന്നെ തുറമുഖം നമുക്ക് യാഥാർത്ഥ്യമാകാൻ സാധിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ അങ്ങനെയെങ്കിൽ 2028 കഴിയുമ്പോൾ, അല്ലെങ്കിൽ 2028 കൂടി ഏതാണ്ട് 10,000 കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് തുറമുഖവുമായി ബന്ധപ്പെട്ട് സംസ്ഥാനത്തിന് ലഭിക്കാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ നികുതി വിഹിതം, അതോടൊപ്പം തന്നെ വരുമാന വിഹിതം തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ ധാരണ ഉണ്ടാകും. ഈ തുറമുഖത്തിന്റെ കമ്മീഷനിങ് ഉൾപ്പെടെ പൂർത്തിയായി കഴിഞ്ഞാൽ ഒരേ സമയം തന്നെ 30 ലക്ഷം TEU കണ്ടെയ്നറുകൾ വിനിമയം ചെയ്യാൻ സാധിക്കുമെന്നതും വലിയ പ്രത്യേകതയാണ്. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെ സംബന്ധിച്ചിടത്തോളം ട്രയൽ റൺ സമയത്ത് തന്നെ മികവ് തെളിയിച്ച തുറമുഖമാണ് വിഴിഞ്ഞം. കഴിഞ്ഞ 1.5 മാസത്തെ അല്ലെങ്കിൽ 2 മാസത്തെ കണക്കെടുക്കുകയാണെങ്കിൽ ഏതാണ്ട് 50ഓളം മദർ ഷിപ്പുകൾ വന്നു പോയിട്ടുണ്ട്. അതേസമയം തന്നെ ഒരേ സമയം തന്നെ 2 ഷിപ്പുകൾക്ക് നങ്കൂരമിടാനും സാധിച്ചിട്ടുണ്ട്. MSC വിവാനെയാണ് അവസാനമായിട്ട് തുറമുഖത്തേക്ക് എത്തിയ കപ്പൽ എന്ന് പറയുന്നത്. അതിനുശേഷം പല വമ്പൻ കമ്പനികളുടെയും കപ്പലുകൾ വിഴിഞ്ഞത്തേക്ക് ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തേക്ക് എത്താനായിട്ട് സ്ലോട്ടുകൾ തേടിയിട്ടുണ്ട്. നിലവിൽ MSCയുമായിട്ടാണ് കൂടുതൽ കരാറുകളിൽ ഏർപ്പെട്ടിരുന്നത്. തുറമുഖത്തിന്റെ അതായത് ട്രയൽ റൺ തുടങ്ങുന്നതിന് മുന്നോടി തന്നെ MSC താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ സ്ലോട്ടുകൾ ലഭിക്കുന്നത് MSCക്കാണ്. അപ്പോൾ നിലവിൽ എവർഗ്രീൻ ഉൾപ്പെടെയുള്ള വമ്പൻ കപ്പലുകൾ വിഴിഞ്ഞം തീരത്തേക്ക് എത്തുവാനും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വലിയ രീതിയിലുള്ള നിക്ഷേപങ്ങളും വികസന പ്രവർത്തനങ്ങളുമാണ് വിഴിഞ്ഞം കേന്ദ്രീകരിച്ച് ഇനി അടുത്ത കാലങ്ങളിൽ സംസ്ഥാനത്ത് നടക്കാൻ പോകുന്നത്. നിലവിൽ ഇപ്പോൾ സപ്ലിമെന്ററി കരാറിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഡിസംബർ മാസത്തിൽ തന്നെ വിഴിഞ്ഞം തുറമുഖം കമ്മീഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഡിസംബർ 3-ാം തീയതി തന്നെ തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. പ്രധാനമന്ത്രിയെ തുറമുഖത്തിന്റെ ഉദ്ഘാടന പ്രവർത്തനങ്ങൾക്ക് എത്തിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രധാനമന്ത്രിയുടെ ഉൾപ്പെടെ ഡേറ്റുകൾ നിശ്ചയിച്ചതിന് ശേഷം മാത്രമേ കമ്മീഷനിങ് ഡേറ്റിൽ ഒരു തീരുമാനമാകുകയുള്ളൂ. വീണ. ശരി ടിൻഡു.